ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാം വാക്യം. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ഒരു വലിയ മുൻപോട്ട് നമ്മുടെ ജീവിതത്തിൽ പോകണം, പിറകോട്ട് നോക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സന്ദർഭമാണിത്. യേശു പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് നോക്കരുത്, കലപ്പയുമായിട്ട് തന്നെ മുൻപോട്ട് സഞ്ചരിക്കണം, മുൻപോട്ട് പോയി ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു വലിയ ദൈവിക സന്ദേശമാണ് ഇവിടെ കാണുന്നത്. ഒരു കൃഷിക്കാരൻ തന്റെ കലപ്പയ്ക്ക് കൈവച്ച ശേഷം കലപ്പയും ആയിട്ട് മുൻപോട്ട് പോകുമ്പോൾ ആ കൃഷിക്കാരന് നിലത്ത് ഉണ്ടാകുന്ന ആ നല്ല അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് മുൻപോട്ട് തന്നെ സഞ്ചരിച്ച് മുന്നിലുള്ള ലക്ഷ്യത്തിലേക്ക് പോയി ആ കൃഷിഫലം തക്ക സമയത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, ഒരു കൃഷിക്കാരൻ ഒരിക്കലും പിറകോട്ട് നോക്കുകയില്ല, കലപ്പയ്ക്ക് കൈവച്ച ശേഷം മുൻപോട്ട് തന്നെ പോകും. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മൾ മുൻപോട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവന്റെ കൈക്ക് പിടിച്ച ശേഷം മുൻപോട്ട് തന്നെ സഞ്ചരിക്കണം, പിറകോട്ട് നോക്കരുത്. പിറകോട്ട് നോക്കുന്നത് പരാജയത്തിലേക്കാണ്. എന്നാൽ മുൻപോട്ട് യേശുവിനോടൊപ്പം കരങ്ങൾ പിടിച്ചു പോകുമ്പോൾ മുന്നിലുള്ള ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ നമുക്ക് കഴിയും. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ തന്നെ വചനത്തിൽ നിന്ന് നമുക്ക് ഇത് തെളിയിക്കുന്ന വേറൊരു വേദഭാഗം കാണുവാൻ സാധിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ പടകിനകത്ത് യാത്രയാകുമ്പോൾ അതിശക്തമായി കാറ്റും കടലും പേമാരിയും അല്ലെങ്കിൽ വളരെ ഭാരപ്പെടുന്ന ഒരവസ്ഥയിൽ ശിഷ്യന്മാർ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവർ വളരെ വേവലാതിപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തന്റെ നാഥനായ യേശു പടകിനകത്തില്ല, അവർ ഭാരപ്പെട്ട് നിലവിളിക്കുന്ന ഒരു അനുഭവമാണ്. അവരുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ യേശു അവരെ വിട്ടുപോകുന്നില്ല. യേശു ഈ പ്രതികൂല സാഹചര്യം അറിഞ്ഞ് കടലിന്റെ മുകളിൽ കൂടെ നടന്നു വരുമ്പോൾ, കർത്താവായ യേശുവിനെ കാണുമ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കൂടെ വരാം. അങ്ങനെ പത്രോസ് കടലിന്റെ മുകളിലൂടെ ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുമ്പോൾ പത്രോസ് മുൻപോട്ട് യേശുവിനെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, കലപ്പയ്ക്ക് കൈവച്ച ശേഷം മുൻപോട്ട് തന്നെ പോകണം. യേശുവിനോടൊപ്പം പത്രോസ് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം. കാരണം പത്രോസിന്റെ ജീവിതം യേശുവിലേക്ക് നോക്കി പോകുന്ന ഒരു അനുഭവമാണ്. പത്രോസ് കടലിന്റെ മുകളിൽ കൂടെ യേശുവിനെ നോക്കി മുൻപോട്ട് പോകുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. എന്നാൽ ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ കാറ്റിന്റെയും കടലിന്റെയും ഇളക്കം കാരണം പത്രോസ് ഭയന്ന് തന്റെ വിശ്വാസം മുന്നോട്ട് പോകേണ്ടടുത്ത് മുന്നോട്ട് നോക്കേണ്ടുന്ന അവസ്ഥയിൽ പത്രോസ് പിന്തിരിയുന്ന ഒരു അനുഭവത്തിൽ കടലിലേക്ക് മുങ്ങിത്താഴുന്നൊരവസ്ഥ, അല്ലെങ്കിൽ മുങ്ങാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കിവിടെ തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, യേശുവിനെ നോക്കി മുന്നോട്ട് പോയപ്പോൾ പ്രതികൂലം കണ്ട് വിശ്വാസത്തിൽ പിന്നോക്കം നോക്കുന്ന ഒരവസ്ഥയിൽ കാണുന്നു. അപ്പോൾ പത്രോസ് കടലിലേക്ക് ഇടറി വീഴുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ യേശു അവിടെ കരം പിടിച്ച് താൻ മുങ്ങിപ്പോകാതെ പിടിച്ച് കയറ്റുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കാണുന്നത്, ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ പ്രതികൂലത്തിൽ നമ്മൾ പിറകോട്ട് നോക്കരുത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസത്തിന് പൂർണ്ണത തരുന്നതാണ്. ആ പൂർണ്ണത തരുന്ന ക്രിസ്തുവിനോടൊപ്പം ഒരു ഓട്ടക്കളത്തിൽ നമ്മൾ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് പോലെ നമ്മൾ മുൻപിലുള്ള കിരീടത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് തന്നെ പോകണം. മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട്
പിൻപിലുള്ളതെല്ലാം മറക്കണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ദൈവരാജ്യത്തിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ ലക്ഷ്യമായി കാണണം. പുറകോട്ടുള്ള ഒന്നിനെയും നമ്മൾ ലക്ഷ്യമാക്കരുത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, ലോത്തിന്റെ കഥയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, ലോത്തിന്റെ ഭാര്യ പട്ടണമൊക്കെ അല്ലെങ്കിൽ പിറകിലുള്ള കാര്യങ്ങളൊക്കെ നശിക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യ മുൻപോട്ട് സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് ഓടുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, പുറകോട്ട് ഒരിക്കലും നോക്കരുത്. എന്നാൽ മുൻപോട്ടോടുന്ന ലോത്തിന്റെ ഭാര്യ അല്പനേരം കഴിഞ്ഞ് ധനത്തെക്കുറിച്ചുള്ള പിന്നോട്ടുള്ള ചിന്തയിൽ നോക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കാണുന്നതും ഇതേ സന്ദേശമാണ്. മുൻപോട്ടോടുന്നവർ മുന്നിലേക്ക് തന്നെ മുന്നോട്ട് പോകണം, പിറകിലേക്ക് നോക്കരുത്. ലോത്തിന്റെ ഭാര്യയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് പിറകോട്ട് നോക്കിയപ്പോൾ ഉപ്പുതൂണായി. അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസത്താലുള്ള ജീവിതം മുൻപോട്ട് തന്നെ നോക്കണം, അത് പിറകോട്ട് നോക്കരുത് എന്നുള്ള വലിയ സന്ദേശമാണ് ഇവിടെ തരുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.